അങ്ങനെ അവിടെ ഞാൻ 10 മണി കഴിഞ്ഞ് അങ്ങനെ പോവുകയാണ്, മടവൂർക്ക് പോവുകയാണ്. ഈ പുല്ലാളൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് മച്ചക്കുളം എന്ന് പറഞ്ഞ ദർശനം, മച്ചക്കുളമാണ് ദർശൻ്റെ പേര്, മടവൂരിന് തൊട്ട്. അപ്പോൾ മടവൂരിൽ ഞാൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ ഞാനും കൂടെ ഉണ്ട്. അപ്പോൾ മൂപ്പര് യാ ജിബ്രീൽ തഖദ്ദം, യാ ജിബ്രീൽ തഖദ്ദം, മുമ്പിൽ നടക്കുകയും ജിബ്രീലിനോട്. അതിൽ മടവൂര് അന്തത്തക്കദ്ദം ഉപരിമാറി, മടവൂരിന് പിന്മാറി അന്തത്തക്കദ്ദം നീയന്റെ നടക്കാൻ മുമ്പിൽ ജിബ്രീലിനോട് ഞാൻ കൂടെ ഉണ്ട്. ഡയറക്റ്റ് കേട്ട സംഭവം, അനുഭവിച്ചതാ, മടവൂർ വായിന്ന് കേട്ടതേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പിന്നെ ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട മടവൂർ കാഫിലക്കാരൻ വലിയ ബഹുമാനപ്പെട്ട ആളാണ്. ഇദ്ദേഹം എവിടെയെല്ലാം പോയിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന് പോലും അറിയുകയില്ല. ഈ കറാമത്തിനെ പറയിപ്പിക്കാൻ വേണ്ടി വയസ്സന്മാരായ ആൾക്കാരോട് പഴയ ഉസ്താദന്മാരും പഴയ നാടന്മാരും എല്ലാം ഇവിടെ നമ്മുടെ അടുത്ത് തന്നെ കർണാടക ബോർഡറിലാണ്, കേരള കർണാടക അതിർത്തിയിൽ വന്ന് അവിടെ ഒരു സ്ഥലമുണ്ട്, അവിടെയും ഒരാളോട് സംസാരിച്ച് അദ്ദേഹം പറയുന്നതിനെ അതിൽ വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്ത് ഇതുപോലെ ഒരുപാട് പണം അദ്ദേഹം ഉണ്ടാക്കി എന്നല്ലാതെ ഈ പണം ഇട്ടുകൊടുക്കുന്നവർക്ക് ഒന്നും ആയിട്ടില്ല, ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അത് പറയാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ വരുന്ന താഴെ കമൻറ്റിലൂടെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകാം. അതുകൊണ്ട് ഇവിടെ മടവൂർ കാഫിലക്കാരൻ ചെയ്ത കാര്യം, ഒരുപാട് വണ്ടിയും അതുപോലെ വീടും, വലിയ വീട്, വലിപ്പത്തിലുള്ള വീടുമാണ് അദ്ദേഹം കെട്ടിയിട്ടുള്ളത്. വെറും ഒരു CM മടവൂരിൻ്റെ കാര്യം പറഞ്ഞ് അവിടുത്തെ ധാരിക്കുന്ന കറാമത്തിനെ പ്രചരിപ്പിച്ച്, സത്യമുള്ള കറാമത്തല്ല. അതുകൊണ്ടാണ് ഇവിടെ ഹുസൈൻ മടവൂർ സാർ പറയുന്ന ഈ കാര്യമുണ്ടല്ലോ, അദ്ദേഹം ഏറ്റവും അടുത്തറിയുന്നതും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളാണ്. അതുകൊണ്ട് അതിനെ നിങ്ങൾ ബാക്കിയുള്ളത് കേൾക്കൂ ഇൻഷാ അല്ലാഹ്. ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് ശരിയാണോ അല്ലേ, ചരിത്രമേത് എന്ന് അന്വേഷിക്കാനൊന്നും കഴിയില്ല. ഞങ്ങളുടെ നാട്ടിലുള്ള ആളുകൾക്ക് ആർക്കും ഇല്ലാത്ത അനുഭവങ്ങളാണ്. മടവൂർ കാഫില എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യൻ തെക്കൻ കേരളത്തിൽ നിന്ന് വന്നിട്ട് അത് അവിടെ കറാമത്ത് ഇവിടെ കറാമത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോന്നുണ്ടാക്കി വിടുന്നത്. ഇത് കാണുന്ന ആളുകൾ വേറെ ജില്ലകളിൽ നിന്നും സംസ്ഥാനത്ത് നിന്നും ഇതൊരു വലിയ സംഭവമാണ് എന്ന നിലക്ക് അങ്ങോട്ട് വരുന്നത്. ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രയാസങ്ങൾ, അവരുടെ രോഗങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ അതാണ്. ഇതൊക്കെ മിക്കവാറും എവിടെ പോയി പറഞ്ഞാലും ഇങ്ങനെയൊക്കെ നടക്കുന്നതാണ്. ഇപ്പം വിവാഹം ചെയ്ത് 5-6 വർഷമായി കുഞ്ഞുണ്ടായില്ല, ഇദ്ദേഹത്തോട് പറഞ്ഞപ്പം പറഞ്ഞാലേ കുഞ്ഞങ്ങുണ്ടായിക്കോളൂ എന്ന്. നിങ്ങൾ പറഞ്ഞു നോക്കാണ്ട് അങ്ങനെ ആളുകൾക്ക് കുഞ്ഞങ്ങുണ്ടാവും ചിലർക്കൊക്കെ, അല്ലേ? അതുമാതിരി തന്നെ ചില അസുഖം പിടിപെട്ട ആളുകൾ അത് അള്ളങ്ങ് മാറ്റിത്തരും. നിങ്ങൾ പറഞ്ഞു നോക്കുക, അള്ളങ്ങ് മാറ്റിത്തരും എന്ന്. പല അസുഖങ്ങളും അങ്ങ് മാറും. ചിലപ്പം പറയാറുണ്ടല്ലോ, ചില ഗുളിയൊക്കെ കൊടുത്ത് ഡോക്ടർമാർ പറയും ഒരാഴ്ച കഴിഞ്ഞിട്ട് വരികയാണ്ടിന്ന് പറയും. ഈ ഒരാഴ്ച കഴിയുമ്പോഴേക്ക് തന്നെ ഇവൻ്റെ രോഗം മാറിയിട്ടുണ്ടാവും. ഗുളിക കൊടുത്തില്ലെങ്കിലും മാറും ചിലതൊക്കെ. ഈ മാതിരി സംഗതികളെ അങ്ങോട്ട് മാറ്റുകയാണ്. എനിക്ക് പെൺകുട്ടിയാണുള്ളത്, ആൺകുട്ടിയാക്കി തരണമെന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തോട് പറഞ്ഞാൽ അണ്ണ ആൺകുട്ടിയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മഴയുള്ള ഒരു ദിവസം ഒരു കല്യാണത്തിന് കുറിച്ചു കൊടുത്തപ്പോൾ അന്ന് മഴയല്ല, മഴയൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞുള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. വളപട്ടണം റെയിൽ പാളത്തിൻ്റെ മുകളിലൂടെ അവിടെ ഒരു ട്രാക്കാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ മുകളിൽ പിന്നെ വണ്ടി നിർത്തിക്കേണ്ടി വന്ന ഒരു സന്ദർഭം ഉണ്ടായപ്പോൾ ഇദ്ദേഹം വണ്ടി നിർത്തിച്ചു എന്ന്. സൗദി അറേബ്യയിൽ ജയിലിൽ കഴിയുന്ന ഒരു വ്യക്തി അതിൽ കുടുങ്ങിയപ്പോൾ ഇദ്ദേഹത്തെ ഓർത്ത് ഫാത്തിഹ ഓതി നേർച്ചയായിരുന്നപ്പോൾ ഇദ്ദേഹം വന്ന് ജയിൽ തുറന്നു കൊടുത്ത് ആളെ രക്ഷപ്പെടുത്തി. ഇങ്ങനെ വിമാനം കേടുവന്നപ്പോൾ വിമാനം നന്നാക്കി കൊടുത്തു, കപ്പൽ കേട്. ഇതൊന്നും ജീവിതകാലത്ത് ഞങ്ങളാരും കേട്ടിട്ടില്ല. ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ നമ്മുടെ നാട്ടിലുണ്ട്, അവരുടെ കുടുംബത്തിൽപ്പെട്ടവരുണ്ട്. ഇവരാരോടും ചോദിച്ചു പോയാൽ അവരാരും തന്നെ ഇങ്ങനെ കേട്ടിട്ടില്ല. ഈ ഒരു 5 കൊല്ലത്തിന് ഇങ്ങോട്ടാണ് പറഞ്ഞ് CM മടവൂർ പടച്ചോനാണോ എന്ന് ചോദിക്കുന്നവർ പറയൂ അതെ എന്ന് പറയൂ. ഇനി എന്താണ് ബാക്കിയുള്ളത്? ഇനി എന്താ ബാക്കിയുള്ളത് എന്ന് ചോദിച്ചാൽ അനല്ലാ എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു എന്ന്, അത് അണ്ടോണ അബ്ദുള്ള മുസ്ലിയാർ കേട്ടിട്ടുണ്ട് എന്ന്
വേറൊരു കുട്ടി മുസ്ലിയാർ പ്രസംഗിച്ചു. അത് വിഷയമായപ്പോൾ പറയാണ് അത് ഹിക്കായത്തൻ അൻഹു എന്ന് പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനെ പറ്റി അല്ല പറഞ്ഞത് ഇദ്ദേഹം ഇങ്ങനെയൊക്കെ കുടിക്കും മറിച്ച് തിരിച്ച് പറയേണ്ട കാര്യമല്ലല്ലോ. എത്ര ക്ലിയറാണ് ഇസ്ലാമിന്റെ തൗഹീദ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ഇലാഹില്ല എന്ന് പറഞ്ഞാൽ ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ഇബാദത്തിന് തരപ്പെട്ടവനായി ആരുമില്ല. അദ്ദുആഉ ഹുവൽ ഇബാദ, ദുആയാണ് ഇബാദത്ത്. ഈ 3 കാര്യം മനസ്സിലാക്കിയാൽ മതിയല്ലോ. ദുആയാണ് ഇബാദത്ത്. ഇബാദത്ത് ആർക്കാണോ അവനാണ് ഇലാഹ്. ആ ഇലാഹ് അള്ളാഹു ആകുന്നു എന്ന് ഏതൊരു വിവരമില്ലാത്ത ആൾക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ലളിതമായ ഒരാദർശമാണ് ഇസ്ലാമിൻ്റെ തൗഹീദ്. അതിങ്ങനെ പറഞ്ഞ് 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 വ്യാഖ്യാനിച്ച് ദുർവ്യാഖ്യാനിച്ച് ആർക്കും മനസ്സിലാവാത്ത അവസ്ഥയിലായി. എന്നിട്ട് എന്ത് വന്നു എന്നല്ലേ, അള്ളാഹു ഖുർആനിൽ ഔലിയ എന്ന് പറയുന്നത് തഖ്വയുള്ളവരാണെന്നും ആ തഖ്വയുള്ള മുത്തഖീങ്ങൾ ഗൈബിൽ വിശ്വസിക്കുന്നവരും നമസ്കരിക്കുന്നവരും സക്കാത്ത് കൊടുക്കുന്നവരും ദാനം ചെയ്യുന്നവരും അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവരുമാണ് എന്നൊക്കെ പറഞ്ഞിട്ടും തീരെ നമസ്കരിക്കാത്തവരും കുളിക്കാത്തവരും ഇസ്ലാമിക മര്യാദ സ്വീകരിക്കാത്തവരും ആയ ആളുകൾ മരണപ്പെട്ടാൽ വലിയാവുകയാണ്. ഇപ്പൊ ഓച്ചിറ ഉപ്പാപ്പയെ കുറിച്ച് പറഞ്ഞിട്ട് അവസാനം കേട്ടു അദ്ദേഹം ആരായിരുന്നു എന്ന് ആർക്കും അറിയില്ല, അദ്ദേഹം ഏത് മതക്കാരനാണ് എന്നും ആർക്കും അറിയില്ല. മരണപ്പെട്ടപ്പോൾ അവിടെ ജാറം ഉണ്ടാവുകയാണ്. കുഞ്ഞീദ് മദനി എഴുതിയ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എന്നൊരു പുസ്തകമുണ്ട്, KNM പ്രസിദ്ധീകരിച്ച. അതിൽ അദ്ദേഹം ഒരു തമാശ, ഒരു കഥ പറയുന്നുണ്ട്. അതായത് ആ തമാശ ഇന്നതാണ്. ഒരു സിദ്ധന്റെ കൂടെ അയാളുടെ ഒരു ശിഷ്യനും കൂടി, അവർ രണ്ടും കൂടി ഇങ്ങനെ പോകുമ്പോൾ ഒരു കഴുതയും ഒരു കുട്ടിയും കൂടെ ഇങ്ങനെ അവർ കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ തള്ളക്കഴുതക്ക് അസുഖം വന്നു, അതവിടെ മരിച്ചു, ചത്തുപോയി. അപ്പം ശിഷ്യനോട് പറഞ്ഞു ഈ കുട്ടിക്കഴുതയെ കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞു. അവൻ അതിനെയും കൊണ്ടുപോയി. കുറേ കാലം കഴിഞ്ഞപ്പോഴേ ഒരു ജാറം പൊന്തിന്ന് കേട്ടു. അപ്പോൾ എവിടെയാന്ന് ചോദിച്ചു. അന്വേഷിച്ച് നോക്കുമ്പോൾ ഈ ശിഷ്യൻ സിദ്ധൻ അയാളുടെ കഴുത ചത്തുപോയപ്പോൾ അവിടെ അതിനെ കുഴിച്ചിട്ടെടുത്ത് ചന്ദനത്തിരിയൊക്കെ കുത്തി പട്ടൊക്കെ ഇതാക്കി അവിടേക്ക് ആളുകൾ വരാൻ തുടങ്ങി. അപ്പോൾ ആരോ പറഞ്ഞു വേറൊരു ജാറുണ്ട് അപ്പുറത്ത്, അപ്പോൾ അവിടെ ആള് കുറഞ്ഞു. അപ്പോൾ ഇയാൾ അവിടെ പോയി ചോദിച്ചു. അപ്പോൾ അയാളെ ഉസ്താദാണ് അവിടെ ഉള്ളത്. അപ്പോൾ അയാൾ പറഞ്ഞു അവിടെ ആരാണുള്ളത്? അവിടെ അന്ന് നിങ്ങൾ തന്ന കഴുതൻ്റെ കുട്ടി. അപ്പോൾ ഉസ്താദ് ഇവിടെ ആരാ ഉള്ളത്? ഇവിടെ അതിൻ്റെ തള്ള. മനസ്സിലായി? അപ്പോൾ തള്ള ചത്തപ്പോൾ ഞാൻ ഇവിടെ കുഴിച്ചിട്ടു, അതൊരു ജാറമായി. കുട്ടി ചത്ത് ഇയാൾ അവിടെ കുഴിച്ചു. ഈ ജാറങ്ങളുടെ പിന്നാലെ പോയാൽ പലതിനും അഡ്രസ് പോലും ഉണ്ടാവില്ല. ഇപ്പൊ ഈ പറയുന്നത് അഡ്രസ് ഉണ്ട്, ചരിത്രമുണ്ട്, ആരാണെന്ന് അറിയാം, ഒക്കെ അറിയാം. എന്നാൽ ബഹുമാനമുള്ളവരെ, ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം വിശദമായി പറഞ്ഞത് കൊണ്ട് നമ്മൾ എവിടെയും പോയി ഏതെങ്കിലും ഒരു സംഘടനയുടെ അവിടുത്തെ മെമ്പർഷിപ്പ് എടുക്കണമെന്നോ അവിടത്തേക്ക് പോയി ചേരണമെന്നോ ഒന്നുമല്ല. നമ്മൾ ഹിദായത്തോടു കൂടി സലാമത്താകണം എന്നുള്ള ഒറ്റ നിയ്യത്ത് കൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഇവിടെ ഒരു സലഫി ആകണമെന്നോ മുജാഹിദ് ആകണമെന്നോ ജമാഅത്തെ ഇസ്ലാമി ആകണമെന്നോ അദ്ദേഹം അതിൻ്റെ ആളാണ് ഇതിൻ്റെ ആളാണ് അതല്ല പറയേണ്ടത്. പറയുന്ന കാര്യം ഗൗരവത്തോടെ കേട്ട് അതിനെ നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള നിങ്ങളുടെ ജമാഅത്തിൽ ജോലി ചെയ്യുന്ന ഉസ്താദന്മാരോട് നേരിട്ട് ചോദിച്ചോളൂ. ഇപ്പോൾ ഞാൻ പറയുന്നത് കള്ളമാണെങ്കിലും അതല്ലെങ്കിൽ അദ്ദേഹം എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടിയോ അദ്ദേഹത്തിൻ്റെ സംഘടനയുടെ മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടിയിട്ടോ ഇങ്ങനെയെല്ലാം നിങ്ങൾ പറയാൻ തുടങ്ങുമെന്നുള്ള ഒരു ധാരണയോട് കൂടെ ഞാൻ പറയുന്നതാണ്. നിങ്ങളുടെ ജമാഅത്തിൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് വരുന്ന ഭക്ഷണമുണ്ടല്ലോ, കഴിക്കുന്ന ആ ഉസ്താദ് നിങ്ങൾ കൊടുത്ത് ശമ്പളം കൊടുത്ത് അദ്ദേഹത്തിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ടല്ലോ, നിങ്ങളുടെ പള്ളിയുടെ ജമാഅത്തിൽപ്പെട്ട നിങ്ങളുടെ ഉസ്താദിനോടോ ഖത്തീബിനോടോ അതല്ലെങ്കിൽ അവിടെ മുദരിസോ ഉണ്ടെങ്കിലും നേരിട്ട് ചോദിച്ച് നോക്കൂ. ഇദ്ദേഹം പറഞ്ഞ കാര്യം 2-3 പ്രാവശ്യം ആവർത്തിച്ച് കേട്ട് ഇതാണോ ശരി അതല്ല നമ്മൾ ചെയ്യുന്നതാണോ ശരി എന്ന് നേരിട്ട് ഒറ്റക്ക് പോയി നിങ്ങൾ ചോദിച്ചാൽ മതി. അദ്ദേഹം സത്യമേ പറയും. നിങ്ങൾ കൊടുത്ത അന്നത്തിന് ദ്രോഹം ചെയ്യൂല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെയാണ് ഈ ഉസ്താദന്മാരോട് ഞാൻ ചോദിക്കാൻ തുടങ്ങിയത്. നേരിട്ട് അവർ സത്യമേ പറയൂ, കള്ളം പറയില്ല. അതാണ് ഇവർ കൂട്ടത്തോടെ പറഞ്ഞാൽ നിങ്ങളെ അവിടെ ചോദിക്കാൻ പോയാൽ നിങ്ങൾ അടിച്ചമർത്തി നിങ്ങളെ ചോദ്യത്തിൽ ഒന്നും അല്ലാതെ ആക്കി തമാശയാക്കി ജാഫർ സക്കാഫിയെ പോലെ ഒന്നും ഇല്ലാണ്ടാക്കിയാണ് ഇവിടുന്ന് വിടുന്നത്. അത്രക്കും ഒരു നീച പ്രവൃത്തിയാണ് അവർക്ക്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്
നിങ്ങൾ ഭക്ഷണം കൊടുത്ത, നിങ്ങൾ ശമ്പളം കൊടുക്കുന്ന ഉസ്താദിനോട് നിങ്ങൾ ചോദിച്ചു നോക്കും. നല്ല നിയത്തോടു കൂടെ അദ്ദേഹം നിങ്ങൾക്ക് സത്യം പറഞ്ഞു തരും. ഏത് ജമാഅത്താണെങ്കിലും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.